Easy Cook. അങ്ങനെ ബ്രേക്കിന് ശേഷം വീണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമായ ഏതാണ്? കുക്കറി ഷോ. കുക്കറി ഷോയുടെ പേരെന്താണ്? വരട്ടെ. സ്വാദ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആരിഫ ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മുടെ പ്രിപ്പയർ ചെയ്യുന്ന ഡിഷിൻ്റെ പേര് കിരീക്ക്. എനിക്ക് കീരിക്ക എന്ന് പറയുന്നത് കിരീക്കാണ് കേട്ടോ. കിരീക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ബ്രേക്കിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്താണ് നിർത്തിയത്? ഇതെല്ലാം വഴറ്റിയിട്ട് നിർത്തി. അപ്പോൾ ഇനി നമുക്കിതിൽ കല്ലുമ്മക്കായിട്ട് ഒന്ന് വഴറ്റിയിട്ട് നിർത്തിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. എന്തൊക്കെയാണ്? ഇനി വെള്ളം, മറ്റേ കല്ലുമ്മക്കായയുടെ സ്റ്റോക്ക് വാട്ടർ അല്ലേ, പുഴുങ്ങിയ വെള്ളം അത് എടുത്തിട്ടുണ്ട്. അതൊരു അളവുണ്ടല്ലേ ഇത് ചേർക്കുന്നതിൽ? അത് രണ്ടും കൂടെ ഒരു കപ്പ്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ എത്ര വരും? സാധാരണ നമ്മൾ വലിയൊരു കപ്പല്ലേ, വലിയൊരു ഗ്ലാസ് അല്ല, ഒരു ടീ കപ്പ് അല്ലല്ലോ, വലിയൊരു ഗ്ലാസ് അല്ലേ. അപ്പോൾ അതിൽ ഈ രണ്ടും കൂടെ, അതായത് സ്റ്റോക്ക് വാട്ടറും പച്ചവെള്ളം കൂടെ അല്ലേ, സാധാരണ വെള്ളം കൂടെ ഒരു കപ്പ് വേണം. അത് ഇതിലേക്ക് ഒഴിക്കണം അല്ലേ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണോ അങ്ങനെ? അല്ല, ഇത് സ്റ്റോക്ക് വാട്ടർ. ഇത് മുഴുവൻ ഒഴിക്കട്ടോ. അത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിപ്പം അളവാണോ ഇരിക്കുന്നത്? ഒഴിക്കട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു കപ്പ് എന്നുള്ള കണക്കിലാണ് ഒഴിക്കേണ്ടത്. നമ്മൾ സ്റ്റോക്ക് വാട്ടറും പച്ചവെള്ളം കൂടെ ആവശ്യത്തിന്, അതായത് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം അരിപ്പൊടി ഇതിലേക്ക് ഇടും. ഇതിൻ്റെ കണക്ക് ആദ്യം പറഞ്ഞ എങ്ങനെയാണ്? ഒരു കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. ഇതാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഗുട്ടൻസ്. ഒരു കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കാം. ആയിക്കോട്ടെ. വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചി എവിടെയെങ്കിലും? ഇല്ല. ഹൗസ് വൈഫ് മാത്രമാണ്. ഹോം മേക്കർ മാത്രമാണല്ലേ? അരിപ്പൊടി ചേർക്കാം. ആയിക്കോട്ടെ. ഇപ്പൊ അനുസരണയൊക്കെ വന്നു തുടങ്ങിയോട്ടെ. എൻ്റെ അടുത്തൊന്നും ചോദിക്കത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് എന്തോ ദേഷ്യം പോലെയായിരുന്നു. ഇവിടെ പിടിച്ചു നിർത്തി എന്നുള്ള ഒരു ദേഷ്യത്തിലായിരുന്നു എന്നത്. ഇതൊന്ന് കുഴമ്പ് പരുവാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അത് ഒന്ന് തിളച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ആ വെള്ളമെല്ലാം ഇതങ്ങ് അബ്സോർബ് ചെയ്യും അല്ലേ. അവിടെയാണ് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അത് ഇനി കുഴയ്ക്കുമ്പോഴും ഈ 1.5 കപ്പ് എന്നുള്ള ആ കണക്കാണോ, അത് ഇപ്പോഴത്തെ ഈ കണക്കാണോ നമ്മൾ നേരത്തെ പറഞ്ഞത്? വേണ്ടല്ലോ, ഇത്രയും തന്നെയല്ലോ. അപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ അളവ്, അതായത് സ്റ്റോക്ക് വാട്ടറും നമ്മൾ സാധാരണ വെള്ളം കൂടെ ഒരു കപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് തിളയ്ക്കുമ്പോൾ തന്നെ അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ വെള്ളമെല്ലാം ഇതങ്ങ് അബ്സോർബ് ചെയ്ത് ഡ്രൈ ഫോമിലായി വരും. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാൻ സത്യം പറഞ്ഞ ഒരു ഉപ്പുമാവാണെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ അല്ലേ. അതുപോലെ ഇരിക്കുന്നുണ്ട്. കാണുന്ന ഡിഷിൻ്റെ പേര് കിരീക്ക് എന്നാണ് കേട്ടോ. ഒരു മലബാറി തനത് വിഭവമാണ്, മലബാറി സ്റ്റൈൽ വിഭവമാണ്. ഇതിനെ ഒന്ന് ചൂടാറിയിട്ട് ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് ഒന്ന് കുഴക്കണം. ഇത് ആരെടുത്താ പറയുന്നത്? അടുപ്പിൻ്റെ അടുത്താണ് പറയുന്നത്? പ്രേക്ഷകരടുത്ത് പറയൂ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നീ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. പറഞ്ഞൊപ്പിച്ചു. ഇതൊന്ന് ചൂടാറണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ചൂടാറിയതിന് ശേഷം ഇത് വീണ്ടും നമ്മൾ വെളിച്ചെണ്ണയിലാണ് കുഴച്ചെടുക്കുന്നത് അല്ലേ? വെളിച്ചെണ്ണയും കൂടെ അല്ല, ഇതിങ്ങനെ നന്നായി പൊരിച്ചെടുക്കണം, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും പരിപാടികളാണ് ബാക്കിയുള്ളത്. നമ്മൾ അടുത്ത ഒരു ബ്രേക്കിലേക്ക് കൂടെ പോകാൻ സമയമായല്ലേ? കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരാം. വിൽ ബി ഹാവിങ് എ ഷോർട്ട് ബ്രേക്ക്. Easy Cook Swat brought to you by Easy Cook. ഈസി കുക്ക് വാങ്ങൂ, മാരുതി ഓൾട്ടോ കാർ സ്വന്തമാക്കൂ. പാചകം ഗ്യാസിനേക്കാൾ വേഗത്തിലും ലാഭത്തിലും, ഒപ്പം നിരവധി വിലപിടിച്ച സമ്മാനങ്ങളും. ഈസി കുക്ക്, കുക്കിംഗ് സോ ഈസി. ഹിമകണമണിയുമി മലരിതൾ തഴുകുമൊരിളവയിൽ വിരലുകളെ. വയലിൻ തിയേറ്റർ. മീഡിയാസ് പോലും തുറന്നു പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും സർ ഇതിൽ കൂടി, ഈ ഒരു മൂവിയിൽ കൂടി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഇപ്പം നമുക്ക് സൊസൈറ്റിനോട് എന്താ പറയാനുള്ളതെന്ന് ഒറ്റ വാക്കിൽ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ സിനിമ കാണുക എന്നുള്ളത്. ஒவ்வொருத்தருக்கும்